അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈസ് ആം ആറ് വാസ് വേർ. ഈസ് ആം ആറ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ? ഈസ് ആം ആറ് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എങ്ങനെ വരിക? സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെ വരും. നെക്സ്റ്റ് ഏതാണ്? വാസ് അല്ലെങ്കിൽ വേറാണെങ്കിലോ അതേതാണ്? പാസ് കണ്ടിന്യൂസ് ആണ് അല്ലേ? വാസ് അല്ലെങ്കിൽ വേറാണെങ്കിൽ അത് പാസ് കണ്ടിന്യൂസ് ആണ്. അതെങ്ങനെയായിട്ട് വരും? സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? സോ രണ്ട് നോക്കൂ. ഇവിടെ ഈസ് ആം ആറ് വന്നു, പകരം എന്താണ്? ഇവിടെ വാസ് വേറെ വന്നു. ആ ഒരു മാറ്റമല്ലേ ഉള്ളൂ അല്ലേ? യെസ്, ഓക്സിലറി വേർബിൽ വരുന്ന മാറ്റം മാത്രമേ ഉള്ളൂ. ഏത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമുക്ക് മനസ്സിലാക്കാനല്ലേ അല്ലേ? സോ ഈസ് ആം ആറ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആറ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? നോക്കാം നമുക്ക്. ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ അല്ല, ആക്റ്റീവ് വോയിസിൽ വരികയാണെങ്കിൽ എന്തായാലും മാറും? ഈ സബ്ജക്റ്റിന് ശേഷം വരുന്ന ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ഈസ് ആം ആറും സബ്ജക്റ്റിന് ശേഷം വരുന്ന വാസും വേറെ എന്ത് ചെയ്യും? സബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ സമയത്ത് എന്തായാലും മാറും? ഈസ് ആം ആറ് അല്ലെങ്കിൽ എന്താണ്? ഈസ് ആം ആറ് അല്ലെങ്കിൽ എന്താണ്? വാസ് വേറെ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ്, ഇവിടെ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഇവിടെ V3 അല്ല, V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്തായാലും മാറും? ഈസ് ആം ആറ് അല്ലെ? ഈസ് ആം ആറ് സബ്ജക്റ്റ് പ്ലസ് എന്താണ്? V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലോ വാസ് വേർ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് എന്താണ്? V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്താണ്? സബ്ജക്റ്റിന് ശേഷം വരുന്ന ഈസ് ആം ആറും സബ്ജക്റ്റിന് ശേഷം വരുന്ന വാസ് വേറും എന്താണ്? സബ്ജക്റ്റിന് തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നു, സെയിം മാറ്റും അല്ലേ? ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാം. അത് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഈസ് ആം ആറ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിൽ ഈസ് ആം ആറിൽ അല്ലേ തന്നിരിക്കുന്നത് ഈസ് ആം ആറിൽ ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? കൊണ്ടുവരണം അല്ലേ? തന്നിരിക്കുന്നത് ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് സിംഗുലർ ആണ്, നമുക്ക് ഈസ് കൊണ്ടുവരാം. ഒബ്ജക്റ്റ് I ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ആം എഴുതണം. ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആർ എഴുതണം. അതേപോലെ തന്നെ വാസി വേറാണെങ്കിലോ, വാസി വേറിൻ്റെ കേസിലാണെങ്കിൽ വാസി വേർ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൊണ്ടുവരാം. വാസി വേറിന് സമയത്ത് എന്തായിട്ട് മാറും? തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താകുക? സിംഗുലർ ആണെങ്കിൽ വാസ് കൊണ്ടുവരിക. ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ എന്ത് കൊണ്ടുവരണം? വേറെ കൊണ്ടുവരണം. ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേറെ, ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ്. അതേപോലെ ഒബ്ജക്റ്റ് I ആണെങ്കിലും ഏതാ വരിക? വാസാണ് വരിക ഉള്ളത്, ശ്രദ്ധിക്കുക. ഇവിടെ ആണെങ്കിലോ തന്നിരിക്കുന്നത് സിംഗുലർ ആണെങ്കിൽ ഈസും, I ആണെങ്കിൽ ആമും, പ്ലൂരൽ ആണെങ്കിൽ ആറുമായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് പിന്നെ എന്ത് വരും? ഒബ്ജക്റ്റ് തന്നിരിക്കുന്ന സെനൻസിലെ ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് കൊണ്ട് കൊണ്ടുവരിക. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട എന്താണ്? വെർബ് ഏതാണ്? V1 പ്ലസ് ING ആണ്. വെർബ് V1 പ്ലസ് ING ആയതുകൊണ്ട് ബിയുടെ ING ഫോമാറ്റിൽ എന്ത് കൊണ്ടുവരണം? ബിയുടെ ING ഫോമാറ്റിൽ ബിയും കൊണ്ടുവരണം. നെക്സ്റ്റ് ഏതാണ്? വെർബ് പാസീവ് വോയിസിൽ വെർബ് എന്തായിരിക്കും? V3 ആയിരിക്കും. ഈ V1 പ്ലസ് ING എന്ത് ചെയ്യാം? V3 ആക്കണം. ബൈ പ്ലസ് എന്താണ്? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ്, ഏതാണോ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് അത് കൊണ്ടുവരും. അപ്പോൾ എന്തായാലും മാറും? ഈസ് ആം ആറ് ഓർ എന്താണ്? വാസ് വേർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്തായാലും മാറും? ഈസ് ആം ആറ് ഓർ എന്താണ്? വാസ് വേർ പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി ഇൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആയിട്ട് മാറും. പ്ലസ് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ ഏജന്റ് ഓർ ഡൂവർ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമാവും. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എക്സാമ്പിൾ പറയുമ്പോൾ വ്യക്തമാവും. എക്സാമ്പിൾ നോക്കും. ആദ്യത്തെ എക്സാമ്പിൾ, ആർ യു ആസ്കിങ് സംതിങ്. ആർ യു ആസ്കിങ് സംതിങ് ആണ്. ഇതൊരു സെന്റൻസ് ഏതിലാണ്? ഈ സെന്റൻസ് വെച്ചിട്ട് ഇതിൽ നമ്മളിപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് ആണ്, രണ്ടാമത്തെ പാസീവ് വോയിസ് ആണ്. നിങ്ങൾക്ക് അറിയാം. ഈ സെന്റൻസ് വെച്ചിട്ട് ഇതിൽ ആക്റ്റീവ് വോയിസ് ഏതാ പാസീവ് വോയിസ് ഏതാ എങ്ങനെ മനസ്സിലാവും? പെട്ടെന്ന് മനസ്സിലാവുന്നത് ബിയുടെ ഐഡന്റിഫൈ ചെയ്യുക അല്ലേ? ബി ഫോം തന്നിട്ടുണ്ട്. ഏതാണ്? ബിയുടെ ING ഫോം തന്നിട്ടുണ്ട്. നമുക്ക് എന്താ? ബിയുടെ ING ഫോം ആണ്. ബിയുടെ ING ഫോം ആണ്. ശേഷം V3 ആണ്. ശേഷം V3 ആണ്. ശേഷം V3 ആണ് നമുക്ക് പറയാം അല്ലേ? ബിയുടെ ഫോം തന്നിട്ടുണ്ട്. ശേഷം വെർബിന്റെ V3. ഒന്നാമത്തെ എന്താണ്? ബിയുടെ ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാം?
അല്ലേ. രണ്ടാമത്തെ ബിയുടെ ഫോമിന് ശേഷം V3 വെർബാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം, കൺഫേം ചെയ്യാം അല്ലേ. മൂന്നാമത്തെ എന്താണ് തന്നിരിക്കുക, ബൈ പ്ലസ് ആരാണോ ചെയ്തതെന്ന് ഇവിടെ തന്നിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂന്നാമത് നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യും. ഇങ്ങനെ നമുക്ക് എന്താ ബി ഫോമിന് ശേഷം വെർബിൻ്റെ V3 വരിക, നമുക്ക് എന്താ ഇവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബൈ പ്ലസ് ഏജൻറ്റ് അല്ലെങ്കിൽ ഡുവർ വന്നിട്ടുണ്ടോ നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യട്ടെ. അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് പാസീവ് വോയിസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. ആക്റ്റീവ് വോയിസ് ആണെങ്കിലോ അതെന്തായിരിക്കും, ഇവർ വന്നിട്ടുണ്ട് ബി ഫോമിന് ശേഷം എന്താണ് വെർബിൻ്റെ V3 വന്നിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാം അല്ലേ, ബി ഫോം വന്നിട്ടുണ്ടാവില്ല അല്ലേ. ബി ഫോം വന്നിട്ടുണ്ടോ, ബി ഫോം വന്നിട്ടില്ല, അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് പറയാം, അത് ആക്റ്റീവ് വോയിസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ വേറെ എന്താ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതായിരിക്കും, ടെൻസസ് ആയിരിക്കും അല്ലേ. സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് ബി പ്ലസ് ഐ ചെയ്യുമ്പോൾ പ്രസൻറ്റ് അല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ. സബ്ജക്റ്റ് പ്ലസ് വാസ് പ്ലസ് ബി പ്ലസ് ഐ ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ആം പ്ലസ് ബി പ്ലസ് ഐ ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ അതെന്തായിരിക്കും, ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ബി ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പാസീവ് വോയിസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ആർ യു ആസ്കിങ് സംതിങ്, ആർ യു ആസ്കിങ് സംതിങ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസ് അല്ലേ. യെസ്, തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്, ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒന്നാമത്തെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ആറാണ് വന്നിരിക്കുന്നത്, ആറിനെ ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ആറാണ് വന്നിട്ടുള്ളത്, ആറിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ, പാസീവ് വോയിസിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. കാരണം എന്താണ്, ആർ ഇവിടെ സബ്ജക്റ്റ് യു പ്ലൂരൽ ആയതുകൊണ്ട് ആർ ഉപയോഗിച്ചു അല്ലേ. ഒബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആർ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. സംതിങ് എന്ന് പറയുന്നത് എന്താണ്, സംതിങ് സിംഗുലർ ആണ്. സംതിങ് എന്താണ്, സംതിങ് അല്ലേ, എനിത്തിങ് അല്ലേ, എവറിത്തിങ്, നത്തിങ്, അതൊക്കെ എന്താണ്, സിംഗുലർ ആണ്. സോ നമുക്ക് സിംഗുലർ ആയതുകൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈസ് ആണ് വരിക. സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഏത് എഴുതാൻ പറ്റുമോ, ആറിനെ കൊണ്ടുവരാൻ പറ്റുമോ, ഇല്ല. ഏതാണ്, ഈസ് ആണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, സംതിങ് വന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ ഈസ് ആണ് വരിക എന്ന് പറയാം. സംതിങ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ ഈസ് ആണ് വരിക എന്ന് പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സംതിങ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് വരും, സിംഗുലർ ആണ്, ഈസ് ആണ് വരിക. സോ ഈസ് എഴുതി. നെക്സ്റ്റ് ആണ് സംതിങ് അല്ലേ. ഓക്കെ, നമ്മൾ സംതിങ് കൊണ്ടുവന്നു. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, വന്നിരിക്കുന്നത് പറയുന്നത് വെർബിൻ്റെ ING ഫോമാണ്. വെർബിൻ്റെ ING ഫോം ആയതുകൊണ്ട് തന്നെ ബിയുടെ ING ഫോം എഴുതണം. വെർബിൻ്റെ ING ഫോം ആയതുകൊണ്ട് ബിയുടെ ING ഫോം ആണ് എഴുതേണ്ടത്. ആസ്കിങ് അല്ലേ, അപ്പോൾ ബിയുടെ ING ഫോം ബീയിങ് ആണ്, ബീയിങ് എഴുതി. ആസ്കിങ് എന്ന് പറയുന്നത് എന്താണ്, PM പ്ലസ് ING ആണ് അല്ലേ. ആസ്ക് പ്ലസ് അല്ലേ, ആസ്ക്, ആസ്ക്ഡ് ആൻഡ് ആസ്ക്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആസ്ക് PM പ്ലസ് ING ആണ്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്, ആസ്ക്ഡ് എന്ന് പറയുന്നത് V3 ആണ്. അപ്പോൾ ആസ്കിങ് എന്താക്കണം, നമ്മൾ V3 എഴുതണം, ആസ്ക്ഡ് അല്ലേ. അപ്പോൾ ഈ സംതിങ് ബീങ് ആസ്ക്ഡ്. ബൈ ആരാണ്, ബൈ എന്താണ്, ഏതാണോ സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ്, ആരാണത്, യു ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യുവിനെ കൊണ്ട്. അപ്പോൾ ആർ യു ആസ്കിങ് സംതിങ് എന്തായാലും മാറും, ഈ സംതിങ് ബീങ് ആസ്ക്ഡ് ബൈ യു ആയിട്ട് മാറും. എങ്ങനെയാ, ആറാണ് വന്നിരിക്കുന്നത്, ആർ എന്തുകൊണ്ട് ഈസായി, ഒബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആണ്. ഇവിടെ എന്തുകൊണ്ട് ആർ എഴുതി, ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റ് യു ആണ്, പ്ലൂറൽ ആയതുകൊണ്ട് ആർ എഴുതി. ഇവിടെ ഒബ്ജക്റ്റ് സംതിങ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈസ് ചെയ്യണം. പിന്നെ നമ്മൾ സംതിങ്ങിനെ കൊണ്ടുവന്നു, ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു. പിന്നെ നമുക്ക് എന്താ, ബി ഫോം ആണ് എഴുതേണ്ടത്. ബി ഏതാ വരിക, ബി എന്ന് പറയുന്നത് ആസ്കിങ് PM പ്ലസ് ING ആയതുകൊണ്ട് ബിയുടെ ING ഫോം ആയിട്ടുള്ള ബീയിങ് അല്ലേ. സോ ബീയിങ് എഴുതി. നെക്സ്റ്റ് ഏതാണ്, ആസ്കിങ് PM പ്ലസ് ING ആണ്. നമുക്ക് പാസീവ് വോയിസിലേക്ക് ഏത് വരണം, V3 വരണം. സോ ആസ്ക്ഡ്. ബൈ ആരാണ്, സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് യു ആണ്, യുവിനെ കൊണ്ടുവന്നു. ക്ലിയർ ആണോ? ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കും. അതിനാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വാസ് ഹി റീഡിങ് ബുക്സ്, വാസ് ഹി റീഡിങ് ബുക്സ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് വാസാണ് അല്ലേ. ഹി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താണ്, വാസാണ് എഴുതി. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് എഴുതി, വാസ് എഴുതി അല്ലേ. നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റ് നോക്കൂ. ഒബ്ജക്റ്റ് ബുക്സ് എന്താണ്, പ്ലൂരലാണ്. ഒബ്ജക്റ്റ് ബുക്സ് പ്ലൂരൽ. അപ്പോൾ നമുക്ക് വാസിനെ കൊണ്ടുവരില്ല, വാസ് സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കുക, ബുക്സിൻ്റെ കൂടെ വാസല്ല. ഏതാ ഉപയോഗിക്കുക, വാസിന് വേറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, വെർബ്. ഇവരാണ് എന്ത് പെയറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേര് കൊണ്ടുവന്നു. നെക്സ്റ്റ് നോക്കൂ, ഒബ്ജക്റ്റിനെ കൂടെ കൊണ്ടുവരും, ബുക്സ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് റീഡിങ് എന്ന് പറയുന്നത് PM പ്ലസ് ING ആണ്. അപ്പോൾ ബിയുടെ ING ഫോം ആയിട്ടുള്ള ബീയിങ് വേണം. യെസ്, ബീയിങ്. നെക്സ്റ്റ് നോക്ക്, റീഡിങ് എന്ന് പറയുന്നത് എന്താണ്,
വി എം പ്ലസ് ഐ എൻ ജി ആണ് അല്ലേ, റീഡിങ് വി എം പ്ലസ് ഐ എൻ ജി. അതിൻ്റെ V3 ഫോം ഏതാണ്? READ 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 V1 READ V2 READ V3. റീഡ് റെഡ് ആണ്, റീഡ് റെഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് റീഡിങ് എന്ന് പറഞ്ഞാൽ വി എം പ്ലസ് ഐ എൻ ജി, അതിൻ്റെ V3 ഫോം ഏതാണ്? റെഡ് READ. ബൈ എന്താണ്? ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആണ്. അതിന് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് എന്ത് ചെയ്യണം? അത് നമുക്ക് ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ ആയിട്ട് മാറ്റണം. ആരായിട്ട് മാറും? ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. സോ വാസ് ഹി റീഡിങ് ബുക്സ് എന്തായിട്ട് മാറും? വേർ ബുക്സ് ബീങ് റെഡ് ബൈ ഹിം. ഇവിടെ നമുക്ക് റീഡ് എന്ന് വായിക്കും V1, V2 റെഡ് ആണ്, V3 റെഡ് ആണ്. റീഡ് റെഡ് എന്നാണ് അത് പ്രൊനൗൺസിയേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വാസ് ഹി റീഡിങ് ബുക്സ് വേർ ബുക്സ് ബീങ് റെഡ് ബൈ ഹിം എന്നായിട്ട് മാറും. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത നോക്കാം. ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ? ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ? ഇവിടെ വന്നിരിക്കുന്നതാണ് ആം ആണ് അല്ലേ. ആം എന്തുകൊണ്ടാണ്? ഐ വന്നത് കൊണ്ടാണ് നമ്മൾ ആം യൂസ് ചെയ്ത്. എന്തുകൊണ്ടാണ്? ഐ വന്നത് കൊണ്ടാണ് അവിടെ എന്ത് ഉപയോഗിച്ചത്? ആം ഉപയോഗിച്ചത്. മനസ്സിലാക്കണേ, ഐ വന്നത് കൊണ്ട് ആം. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കണം. ഒബ്ജക്റ്റ് എ ലെറ്റർ ആണ്, സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആം ആർ അല്ലേ, ഈസി ആം ആർ ആണ്. അപ്പോൾ ഈസി ആം ആറിൽ ഇവിടെ ഐ വന്നത് കൊണ്ടാണ് നമ്മളിവിടെ ആം ഉപയോഗിച്ചത്. എ ലെറ്റർ വന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്? ഈസ് ആണ് ഉപയോഗിക്കുക. കാരണം ഈസി ആം ആറിൽ എന്താണ്? പാസീവ് വോയിസ് ചെയ്യുന്ന സമയത്ത് ഈസി ആം ആർ വരും. ആം ഐ ആയതുകൊണ്ടാണ്. എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഏതാ ഉപയോഗിക്കുക? ഈസ് ആണ്. സോ റൈറ്റ് ആൻസർ എന്താണ്? ഇവിടെ ഈസ് എടുക്കണം. അപ്പോൾ ഈസ് ഫസ്റ്റ് വന്നു. എ ലെറ്ററിന് എന്ത് ചെയ്യുക? ഇങ്ങനെ കൂടെ കൊണ്ടുവരിക. വെർബ് വി എം പ്ലസ് ഐ എൻ ജി ആണ് അല്ലേ, റൈറ്റിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? റൈറ്റ് ആണ് V1 അല്ലേ. അതിൻ്റെ V2 എന്താണ്? റോട്ടാണ് അല്ലേ. അതിൻ്റെ V3 എന്താണ്? റിട്ടേൺ ആണ്. അപ്പോൾ റൈറ്റ് റോട്ട് റിട്ടേൺ ആണ്. റൈറ്റ് റോട്ട് ആൻഡ് റിട്ടേൺ ആണ്. അപ്പോൾ റിട്ടേൺ ആണ് V3. അപ്പോൾ റൈറ്റ് വി എം പ്ലസ് ഐ എൻ ജി ആണ്. അപ്പോൾ എം പ്ലസ് ഐ എൻ ജി ആയതുകൊണ്ട് ബിയുടെ ഐ എൻ ജി ഫോമാറ്റിൽ ബിയും കൊണ്ടുവന്നു. അതേപോലെ തന്നെ എന്താണ്? എം പ്ലസ് ഐ എൻ ജി. അപ്പോൾ നമുക്ക് വെർബ് V3 വേണം. അപ്പോൾ എന്ത് ചെയ്യും? വെർബ് V3 കൊണ്ടുവന്നു അല്ലേ. റൈറ്റിംഗ് എന്തായിട്ട് മാറി? റിട്ടേൺ ആയിട്ട് മാറി. എ ലെറ്റർ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നു അല്ലേ. നെക്സ്റ്റ് എന്താണ്? ബൈ പ്ലസ് എന്താണ്? ഏജിന്റെ ഡൂവർ. ഐ എന്തായിട്ട് മാറും? ഐ മീ ആയിട്ട് മാറും. ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആണ്. അത് നമ്മൾ ഒബ്ജക്റ്റിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഐ എന്തായിട്ട് മാറും? മീ ആയിട്ട് മാറും. നോക്കാം, ഇവിടെ ആം വന്നത് ഐ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആമിന് പകരം ഏതാ? ഈസാ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ്? എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് വരിക. ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് പ്ലൂരൽ വരികയായിരുന്നു. അപ്പോൾ നമുക്ക് 6 ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ. തന്നിരിക്കുന്നത് ഈസ് കൊണ്ടുവന്നു. നെക്സ്റ്റ് എന്താണ്? എ ലെറ്റർ കൊണ്ടുവന്നു. വി എം പ്ലസ് ഐ എൻ ജി ആയതുകൊണ്ട് ബിയുടെ ഐ എൻ ജി ഫോം ആയിട്ടില്ല ബീങ് കൊണ്ടുവന്നു അല്ലേ. വി എം പ്ലസ് ഐ എൻ ജി ആയതുകൊണ്ട് ബിയുടെ ഐ എൻ ജി ഫോം ആയിട്ടില്ല ബീങ് കൊണ്ടുവന്നു. നെക്സ്റ്റ് നോക്കൂ. റൈറ്റിംഗ് എന്ന് പറയുന്നത് വി എം പ്ലസ് ഐ എൻ ജി ആണ്. അതിൻ്റെ V3 ഏതാണ്? റിട്ടേൺ കൊണ്ടുവന്നു. നെക്സ്റ്റ് നോക്കൂ. ബൈ പ്ലസ് ഏതാണ്? ഏജന്റ് അല്ലെ ഡൂവർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആരാണ്? ഐ ആണ്. അപ്പോൾ നമുക്ക് ഐയുടെ ഒബ്ജക്റ്റീവ് ഫോം ഏതാണ്? മീ ആണ്. ക്ലിയർ ആണോ? ഈസി ആം ആറ് വാസ് വേർ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത് നോക്കിയാലോ? ഓക്കെ. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ആദ്യത്തേത് പറഞ്ഞു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലേ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് WH ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് WH ക്വസ്റ്റ്യൻസ്? നോക്കാം നമുക്ക്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട്സ് വിത്ത് അല്ലേ. ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട്സ് വിത്ത് W or H ആയിരിക്കും. ക്വസ്റ്റ്യൻ തുടങ്ങുന്ന ഇതിലായിരിക്കും W അല്ലെങ്കിൽ Hലായിരിക്കും. നമുക്ക് നോക്കാം. ഹൂം അല്ലേ. ഹൂ, ഹൂം, വിച്ച്, വാട്ട്, വേർ, വെൻ, വൈ, ഹൗ. കണ്ടോ നിങ്ങൾ? ദെൻ ഇവിടെ നോക്കൂ. ഹൂ എന്ന് പറഞ്ഞാൽ W-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹുമ്മ W, വിച്ച് W, വാട്ട് W, വേർ W, വെൻ W, വൈ W, ഹൗ നോക്കൂ H. അപ്പം W അല്ലെങ്കിൽ H ഒരു ചോദ്യം ആരംഭിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കൂ. വൈ ഡോണ്ട് യു ടേക്ക് സംതിങ് അല്ലേ. ക്വസ്റ്റ്യൻ തുടങ്ങിയതിലാണ് വൈയിലാണ്, W-ലാണ്. സോ ഇതാണെന്ത്? ഒരു WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ നേരത്തെ പഠിച്ചു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലായിരിക്കും ഓക്സിലറി വെർബ് അല്ലെങ്കിൽ എന്താണ്? ഹെൽപ്പിംഗ് വെർബ് അല്ലെ. ഓക്സിലറി വെർബിൽ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിൽ ഒരു ചോദ്യം തുടങ്ങുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലായിരിക്കും W അല്ലെങ്കിൽ Hലായിരിക്കും. അതിന് നമുക്ക് എന്ത് പറയാം? WH ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? ഓക്കെ. എങ്കിൽ നമുക്ക് നോക്കാം. ആദ്യത്തേത് WH ക്വസ്റ്റ്യൻസിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ സ്ട്രക്ചർ അല്ല, വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഒന്നാമത്തേത് വൈ, വെൻ, വേർ, ഹൗ അല്ലേ. വൈ, വെൻ, വേർ, ഹൗ ഒക്കെ എന്ത് ചെയ്യുക? WH ക്വസ്റ്റ്യൻസ് ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണത് നമ്മൾ എന്ത് ചെയ്യുക?
ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുകയാണ്. എവിടുന്ന് നോക്കുക നിങ്ങൾ WH ക്വസ്റ്റ്യൻസിൽ ഇത്രയും കാര്യങ്ങൾ എവിടുന്ന് മാറ്റി നിർത്തിയാൽ WH ക്വസ്റ്റ്യൻസിൽ ഇത്രയും കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ഹെൽപ്പിംഗ് വേർബ്, സബ്ജക്റ്റ്, മെയിൻ വേർബ് ആൻഡ് ഒബ്ജക്റ്റ് അല്ലേ. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഏത് WH ക്വസ്റ്റ്യൻസിന് തൊട്ട് മുമ്പ് പഠിച്ച യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലായിരിക്കും, ഹെൽപ്പിംഗ് വേർബിലായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ WH ക്വസ്റ്റ്യൻസ് ആകുന്ന സമയത്ത് എന്ത് മാറ്റമാണ് അവിടെ വരുന്നത്? WH ക്വസ്റ്റ്യൻസ് ആകുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു WH കൂടെ ആഡ് ആയി വരും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് WH ക്വസ്റ്റ്യനും ഹെൽപ്പിംഗ് വേർബ്, ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ WH ക്വസ്റ്റ്യനും ഹെൽപ്പിംഗ് വേർബ് ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുത്ത് എഴുതണം. പിന്നെന്താണ്, ഒബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോവുക. എന്താ, ബി ഫോം ഏതാണോ അത് മെയിൻ വെർബ് നോക്കിയിട്ട് നമ്മൾ എഴുതുക. ദെൻ മെയിൻ വെർബിലെ B3 ഫോം എഴുതുക. ബൈ പ്ലസ് എന്താണ്, സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ്, ഇങ്ങനെ എഴുതുക. എന്താ മാറ്റം വരുന്നത്? ഹെൽപ്പിംഗ് വെർബ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്ത് എഴുതി അല്ലെ, അതാവട്ടെ എടുത്ത് എഴുതിയിട്ടുണ്ടാവും, പാസീവ് വോയിസിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ WH ക്വസ്റ്റ്യൻസ് വന്നാലോ, WH ക്വസ്റ്റ്യൻസ് ഹെൽപ്പിംഗ് വെർബിനെ തൊട്ട് മുമ്പാണ്. ആദ്യം എന്താ വരിക, WH ആണ് വരിക അല്ലെ. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങനെ തന്നെ എടുത്ത് ചെയ്ത് അത് മാത്രമേ എന്തുള്ളൂ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ല, WHന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ പഠിക്കാൻ ചില പോയിന്റുകൾ മാത്രം ബാക്കിയുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആണോ? ദെൻ വൈ, വെൻ, വേർ, ഹൗ അല്ലെ, ഇവരൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. WH അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചെയ്ത ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുക, ആദ്യം കൊണ്ടുവരിക, ബി ഫോം ചെയ്ത B3 ബൈ പ്ലസ് എന്നാണ് സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഒന്നാമത്തേത്, വൈ ഹാവ് യു ഡൺ ദി വർക്ക്. വൈ ഹാവ് യു ഡൺ ദി വർക്ക്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഏതാണ് പാസീവ് വോയിസ്? പാസീവ് വോയിസ് മനസ്സിലാക്കി എങ്ങനെയാ, B പ്ലസ് B3 ഉണ്ടാവും അല്ലെ, ബിയുടെ ഫോമാറ്റിൽ B ഉണ്ടാവും, ശേഷം ഒരു B3 ഉണ്ടാവും. ഇതാണെന്ത്, പാസീവ് വോയിസ് എന്ന് പറയും. B പ്ലസ് B3 ആയിരിക്കും എന്ത്, പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ B പ്ലസ് B3 വന്നാൽ നമുക്ക് എന്താ പറയാം, അതൊരു പാസീവ് വോയിസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഒരു ബിയുടെ ഫോം ഉണ്ടാവും, പിന്നെ ഒരു B3 ഉണ്ടാവും. ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന ഫോംസിൽ നമുക്ക് പറയാം വൈ ഹാവ് യു ഡൺ ദി വർക്ക്. വൈ ഹാവ് യു ഡൺ ദി വർക്ക് എന്ന് പറയുന്ന സെനൻസിൽ എന്താ അവിടെ വന്നിട്ടുള്ളത്, വൈ ഹാവ് യു ഡൺ ദി വർക്ക് എന്ന് പറയുന്ന സെനൻസിൽ പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഇവിടെ വൈ വന്നിട്ടുണ്ട്, വൈ വന്ന് നമുക്കറിയാം, വൈനെ അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് എടുത്ത് ചെയ്താം. നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് ഹാവ് ആണ്, ഹെൽപ്പിംഗ് വേർബ് ഹാവ് ആണ്. ഹാവിന് നമ്മൾ എന്താണ്, ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്ന ഒക്കെ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ക്വസ്റ്റ്യൻസിൽ എന്താണോ ചെയ്ത് അത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഹാവ് വന്നിട്ടുണ്ട്, ഹാവ് നമുക്ക് എടുത്ത് എഴുതാം. പക്ഷെ ഹാവ് എന്താണ്, യു പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, ഹാവ് എടുത്ത് എഴുതണമെങ്കിൽ അവിടെ ഒബ്ജക്റ്റും പ്ലൂറൽ ആയിരിക്കണം. ദ വർക്ക് പ്ലൂറൽ ആണോ, അല്ല, ദ വർക്ക് സിംഗുലർ ആണ്. അപ്പോൾ ഹാവിന് വേണം നമ്മൾ എന്ത് ചെയ്താവും, ഹാസ് മാത്രമേ എഴുതാവൂ. ഓക്കെ, അത്രയായല്ലോ. അടുത്തെന്താണ്, ഒബ്ജക്റ്റിന് എടുത്ത് എഴുതുക, ഒബ്ജക്റ്റ് ദ വർക്ക് എഴുതില്ലേ. നെക്സ്റ്റ് നോക്കൂ, വെർബ് V3 ആണ്. വെർബ് V3 ആണെങ്കിൽ ബിയുടെ B3 ഫോം ഏതാണ്, ബി നമ്മൾ എഴുതുക. വെർബ് V3 ആയതുകൊണ്ട് എന്താണ്, വെർബ് V3 ആയതുകൊണ്ട് ബിയുടെ B3 ഫോം ആയിട്ടില്ല, ബീന് നമ്മൾ എഴുതി. ഇവിടെ നോക്കൂ, വെർബ് ഏതാണ്, V3 ആണ് അല്ലെ. ഇതേതാ, ടെൻസ് ഏതാ, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അവിടെ ഓൾറെഡി വെർബ് V3 ആയിരിക്കും. എന്താണ്, ഡൺ അല്ലെ, അതങ്ങനെ തന്നെ കൊടുത്തിട്ട് ഡൺ. ബൈ ആരാണ്, ഏജന്റ് ഓർ ഡൂവർ ആരാണ്, യു ആണ്. യുവിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് യു തന്നെയാണ്, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും ഏതാണ്, യു തന്നെയാണ്, യു എടുത്ത്. അപ്പോൾ എന്തായാലും മാറും, വൈ ഹാവ് യു ഡൺ ദി വർക്ക് എന്തായാലും മാറി, വൈ ഹാസ് എ വർക്ക് ബീൻ ഡൺ ബൈ യു അല്ലെ. വൈ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഹാവ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എടുത്ത് എഴുതിയില്ല, കാരണം യു പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു. ദ വർക്ക് സിംഗുലർ ആയതുകൊണ്ട് ഹാവ് എഴുതിയില്ല. അപ്പോൾ ഹാവിന് പകരം ഹാസ് എഴുതി, ദ വർക്ക് എഴുതി. പിന്നെ ഏതാണ്, ബിയുടെ ഫോം അല്ലെ. സോ വെർബ് V3 ആണ്. ഡൺ എന്ന് പറയുന്നത് V3 ആണ്. വെർബ് V3 ആയതുകൊണ്ട് ബിയുടെ ഫോം ആയിട്ടുള്ള ബീൻ എഴുതി. V3 ആയതുകൊണ്ട് ഡണ്ണിന് അങ്ങനെ തന്നെ എടുത്ത്. ബൈ ആരാണ്, യു എഴുതി. യു എന്താണ്, സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആണ്. അത് പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് ലാസ്റ്റ് എന്താണ്, ലാസ്റ്റ് ബൈ പ്ലസ് എന്താണ്, പാസീവ് വോയിസിൽ വരുന്ന സമയം ബൈ പ്ലസ് ഏജന്റ് ഡൂവർ ആണ്. യുവിന്റെ ഒബ്ജക്റ്റീവ് പ്രോനൗണും സബ്ജക്റ്റീവ് പ്രോനൗണും യു തന്നെയാണ്. സോ എന്താണ്, ബൈ യു. വൈ ഹാവ് യു ഡൺ ദി വർക്ക്, വൈ ഹാസ് ദ വർക്ക് ബീൻ ഡൺ ബൈ യു. ക്ലിയർ ആണോ? അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, വെൻ ഡിഡ് ഷീ ഹെൽപ്പ് യു. വെൻ ഡിഡ് ഷീ ഹെൽപ്പ് യു. നമ്മൾ വെന്നിന അല്ലേ അങ്ങനെ തന്നെ കൊണ്ട് എടുത്തേക്ക്. അതിനുശേഷം വന്ന് നോക്കും, ഡിഡിലാണ് സെന്റൻസ് തുടങ്ങിയത് അല്ലേ.
ഡിഡിൽ സെന്റൻസ് തുടങ്ങിയാൽ നമുക്കറിയാം അത് ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ. അപ്പോൾ ഡിഡിൽ സെന്റൻസ് തുടങ്ങിയാൽ അതേതാണ് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, അതിലാണ് ഡൂം ഡസും ഡിഡും വരിക. ഇതിലേതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഡിഡ് വരിക അല്ലേ. സോ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സെന്റൻസ് ഇവിടെ വന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡിഡിന് അങ്ങനെ തന്നെ കൊണ്ടുപോകുമോ? ഇല്ല. ഡിഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെന്താ വാസ് അല്ലെങ്കിൽ വേറാണ് എന്ത് ചെയ്യുക സെന്റൻസിന്റെ തുടക്കത്തിലായിട്ട്, അതായത് WH ശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുപോവുക. അപ്പോൾ നോക്കുക, തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് യു അല്ലേ, യു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക വാസ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഏത് എഴുതുക? വേറാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, വേറെ എഴുതും. യു എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് സബ്ജക്റ്റിന് സ്ഥാനത്ത് വരുമ്പോഴും യു തന്നെ. വെർബ് നോക്കും, ഹെൽപ്പാണ്. ഹെൽപ്പ് എന്താണ്? V1 ആണ്. അതിലെ V3 ഫോമാറ്റിലെ ഏത് വേണം? ഹെൽപ്ഡ്. ഹെൽപ്പ് എങ്ങനെയാണ് പറയാം? ഹെൽപ്പ് ആൻഡ് ഹെൽപ്ഡ് ആൻഡ് ഹെൽപ്ഡ്. V1 V2 V3. ഹെൽപ്പ്, ഹെൽപ്ഡ് ആൻഡ് ഹെൽപ്ഡ് ആണ്. അപ്പോൾ ഹെൽപ്പിന്റെ V3 ഫോം ഏതാണ്? ഹെൽപ്ഡ് ആണ് അല്ലെ. ബൈ ആരാണ്? ഷീ എന്തായിട്ട് മാറും? ഷീയുടെ ഒബ്ജക്റ്റീവ് ഏതാണ്? ഹെർ ആണ്. ഹെർ. ക്ലിയർ ആണോ? സോ വെൻ ഡിഡ് ഷീ ഹെൽപ്പ് യു, വെൻ വേർ യു ഹെൽപ്ഡ് ബൈ ഹെർ ആണ് എന്ത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് എന്ത് തന്നിരിക്കുന്ന പാസീവ് വോയിസിലേക്ക് ചേഞ്ച്. ക്ലിയർ ആണോ? വെന്ന് വന്ന് വെൻ അങ്ങനെ തന്നെ എടുത്ത് ഡിഡ് വന്നത് കൊണ്ട് നമ്മൾ ഡിഡ് എഴുതില്ല. ഡിഡിന് പകരം എന്താണ് വാസ് അല്ലെങ്കിൽ വേറെ ആയിട്ടുള്ള ബി ഫോം എഴുതുക. യു വന്നത് കൊണ്ട് വേറെ എഴുതി, ശേഷം സബ്ജക്റ്റ് അല്ലെ, സോറി ഒബ്ജക്റ്റ് എഴുതി. ക്വസ്റ്റ്യനിലെ ഒബ്ജക്റ്റ് യുവിനെ എഴുതി, വെർബിന്റെ V3 ഫോം ആയിട്ടുള്ള ഹെൽപ്പ് എഴുതി. ബൈ ആരാണ്? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആരാണ്? ഷീ ആണ്. ഷീ എന്തായിട്ട് മാറും? ഷീ ഹെർ ആയിട്ട് മാറും. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് എടുക്കാം.